ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. തലശ്ശേരി പാറാലിലെ സുബൈദ മഹലിൽ റഫീഖിന്റെ സത്യസന്ധതയിൽ പെർളശ്ശേരി മാവിലായിലെ കുളങ്ങരക്കണ്ടയിൽ ശരത്തിന് വീണ്ടും കിട്ടിയത് ഭാര്യയുടെ നഷ്ടപ്പെട്ട 3.5 പവൻ താലിമാല. ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് തലശ്ശേരി ടൗൺ ഹാളിനടുത്തുള്ള വാഹന സ്റ്റിക്കർ സ്ഥാപനത്തിലെത്തി തിരിച്ചു വരുന്നതിനിടയിൽ ശരത്തിന്റെ ഭാര്യയുടെ താലിമാല കളഞ്ഞുപോയത്. ഏറെ തിരഞ്ഞിട്ടും കണ്ടെത്താൻ കഴിയാത്തതിനാൽ വിഷമത്തോടെ തലശ്ശേരി പോലീസിൽ പരാതി നൽകി. പ്രവാസിയായ റഫീഖ് മകന്റെ കല്യാണം ക്ഷണിക്കാനാണ് പാറാൽ ചെമ്പ്രയിലെ വീട്ടിൽ നിന്നും തലശ്ശേരി ടൗൺ ഹാളിനടുത്തുള്ള ബന്ധുവിന്റെ കടയിലെത്തിയത്. സ്കൂട്ടർ നിർത്തി കടയിലേക്ക് കയറുന്നതിനിടയിൽ നിലത്ത് കിടന്ന ഒരു താലിമാല കിട്ടി. മാല കടയിൽ നൽകാൻ തീരുമാനിച്ചെങ്കിലും ബന്ധു സിറാജ് സ്ഥലത്തില്ലാത്തതിനാൽ കയ്യിൽ തന്നെ സൂക്ഷിച്ചു. പിന്നെയും പലയിടത്ത് പോയതിനു ശേഷമാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. കൈവശമുണ്ടായ മാല സ്വർണ്ണപ്പണിക്കാരെ കാട്ടി സ്വർണമെന്ന് ഉറപ്പുവരുത്തി. ഇതോടെ എങ്ങനെയെങ്കിലും ഉടമസ്ഥനെ കണ്ടെത്തി ഏൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ കഴിഞ്ഞ ദിവസം തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഉദ്യോഗസ്ഥരോട് കാര്യം പറഞ്ഞു. ഞാൻ 2 ദിവസം മുമ്പ് ടൗൺ ഹാളിൻ്റെ പരിസരത്ത് ഒരു കല്യാണം പറയാൻ ഒരാളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. ആ പരിസരത്ത് വാഹനം നിർത്തി, സ്കൂട്ടറിലായിരുന്നു. വാഹനം നിർത്തി ഇറങ്ങുമ്പം തന്നെയാണ് ഒരു സ്വർണ്ണാഭരണം കണ്ടു. ഞാനതെടുത്തു. അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവൻ അവിടെ കടയിലില്ല. ഉടനെ അത് വീട്ടിലേക്ക് പോയതിന് ശേഷം അത് സ്വർണ്ണമാണോ മുക്കാണോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജ്വല്ലറിയിൽ കൊണ്ടുപോയി അത് സ്വർണ്ണമെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. അതിന് ശേഷം പോലീസുകാർ ആ മുൻകൂട്ടി ആരോ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കക്ഷി അവിടെ വന്നു, അവരത് സ്വീകരിക്കുകയും ചെയ്തു. 3.5 പവനോളം വരുന്ന ഒരു സ്വർണ്ണാഭരണമായിരുന്നു. 3.5 പവൻ്റെ മേലെ. താലിമാല നഷ്ടപ്പെട്ട പെർളശ്ശേരി ദമ്പതികളുടെ പരാതി നേരത്തെ ലഭിച്ചതിനാൽ പോലീസിന് വേഗം ഇടപെടാനായി. പരാതി നൽകിയവരോട് തെളിവുകൾ എത്തിക്കാൻ പോലീസ് ആവശ്യപ്പെട്ടു. ഭാര്യ താലിമാല ധരിച്ചു നിൽക്കുന്ന ഫോട്ടോ ശരത്ത് ഹാജരാക്കി. നിജസ്ഥിതി ഉറപ്പിച്ച ശേഷം ദമ്പതികളെ സ്റ്റേഷനിലേക്ക് പോലീസ് വിളിച്ചു വരുത്തി. SI A അഷ്റഫിന്റെ സാന്നിധ്യത്തിൽ റഫീഖ് താലിമാല ശരത്തിന് കൈമാറി. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.